അപ്പോൾ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള കോൺഗ്രസ് എമ്മിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ച് UDF. അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് നീക്കം. കേരള കോൺഗ്രസ് എമ്മിനെ UDF പാളയത്തിൽ എത്തിക്കാനാണ് ശ്രമം. കേരള കോൺഗ്രസ് എം LDF-ൽ അസംതൃപ്തരാണെന്നാണ് വിലയിരുത്തൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരള കോൺഗ്രസ് എമ്മിനെ UDF-ൽ എത്തിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. റോഷി പാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് UDF-ൽ നിന്ന് പരമാവധി കക്ഷികളെ തിരികെ കൊണ്ടുവരിക, തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർണ്ണ സജ്ജമാവുക എന്നതാണ് UDF ആഗ്രഹിക്കുന്നത്, LDF-ൽ നിന്ന് പരമാവധി കക്ഷികളെ എത്തിക്കാൻ. അതിൻ്റെ ഭാഗമായി RJD ഇപ്പോൾ ഏകദേശം UDF ക്യാമ്പിലേക്ക് എത്തുന്നു എന്ന മട്ടിലാണ്. മറുഭാഗത്ത് കേരള കോൺഗ്രസ് എമ്മിനെ കൂടി കൊണ്ടുവന്നാൽ വിസ്മയം കുറച്ചുകൂടി വലുതാകും എന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് മനസ്സിലാകുന്നത്. അസംതൃപ്തിയുണ്ടോ LDF-ൽ തുടരുന്നതിൽ കേരള കോൺഗ്രസ് എം വിഭാഗത്തിന്? റോഷി, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഇപ്പോൾ LDF-ലുള്ള കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങളടക്കം വലിയ സമ്മർദ്ദമായി മാറുന്നുണ്ട്. അതിന് പരിഹാരം കാണാത്തതടക്കം അത് ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം നിലനിൽക്കുന്നു എന്ന വിലയിരുത്തലുണ്ട്. മാത്രവുമല്ല, വേണ്ട പരിഗണന LDF-ൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ലഭിച്ചിട്ടില്ല എന്ന ഒരു വിലയിരുത്തൽ കൂടി. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ UDF വിപുലീകരിക്കാനുള്ള ശ്രമമാണ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പുതിയ നേതൃത്വം ചുമതലയേറ്റെടുത്തതിനു ശേഷം അത് സജീവമാക്കിയിട്ടുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ വിജയം നേടാൻ നേരത്തെ മുന്നണി വിട്ടുപോയ എല്ലാ കക്ഷികളെയും ഒപ്പം ചേർക്കണമെന്ന നിർദ്ദേശം അത് ഹൈക്കമാൻഡ് ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ ചേർത്തു നിർത്തുന്നതിൽ യാതൊരു തരത്തിലും തടസ്സമില്ല നിലവിൽ UDF-ൽ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. പലവട്ടം രഹസ്യമായ അടക്കം ചർച്ചകൾ നടന്നതാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗം പരസ്യമായി നിലപാട് പറയട്ടെ എന്ന് പറയുമ്പോഴും ഇപ്പോഴും രഹസ്യമായ ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്ന വിവരങ്ങളാണുള്ളത്. ഏതായാലും 10-ന് UDF-ന്റെ ഏകോപന സമിതി യോഗം കൊച്ചിയിൽ നടക്കുന്നുണ്ട്. അവിടെയുമൊക്കെ ഈ മുന്നണി വിപുലീകരണത്തെ പറ്റിയുള്ള ചർച്ചകൾ ഔദ്യോഗികമായും അനൌദ്യോഗികമായും നടക്കുന്നുണ്ട് നേതാക്കൾ തമ്മിൽ. ഏതായാലും RJDയും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF-ൽ എത്തിക്കുമെന്ന ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസമാണ് നേതാക്കൾക്കുള്ളത്. കാരണം ഇത് ഒരേ രാഷ്ട്രീയ നിലപാടുള്ള, നേരത്തെ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം. നേരത്തെ KC വേണുഗോപാൽ തന്നെ കോൺഗ്രസിനകത്ത് നിന്ന് വിട്ട് പുറത്തുപോയവരെ ഉൾപ്പെടെ ചേർത്ത് നിർത്തണം, അവരെ തിരികെ കൊണ്ടുവരണമെന്ന നിർദ്ദേശം പല യോഗങ്ങളിലും പാർട്ടി യോഗങ്ങളിലും നൽകുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യവും ഒക്കെയാണ് കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്ന് ജോസ് കെ മാണി പറഞ്ഞ സാഹചര്യത്തിൽ സഭാ സമ്മേളനത്തിൽ മലയോര മേഖലയിലെ പ്രശ്നങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കേണ്ടി വരും കേരള കോൺഗ്രസ് MLA-മാർ, പ്രതിനിധികൾ എന്ന ഒരു കണക്കുകൂട്ടൽ UDF നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത സഭാ സമ്മേളനത്തിൽ അങ്ങനെ ഒരു നിലപാട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. അങ്ങനെ LDF-മായി അകന്നു പോകുമ്പോൾ സ്വാഭാവികമായും UDF-ലേക്ക് എത്തിക്കാൻ എളുപ്പമായിരിക്കുമെന്നും കണക്കുകൂട്ടുന്നു. താങ്ക് യു, റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ ചില അഭ്യൂഹങ്ങളൊക്കെ ഏറിലുണ്ട്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കേരള കോൺഗ്രസ് എം വിഭാഗം UDF ക്യാമ്പിലേക്ക് തിരിച്ചെത്തുമെന്നും 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി RJD വിഭാഗം ഇതെല്ലാം UDF-നോടൊപ്പം നിന്നുകൊണ്ട് LDF-നെ നേരിടുമെന്നുമൊക്കെയുള്ള ചിലരുടെ സ്വപ്നങ്ങളുണ്ട്. സ്വപ്നം മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണോ, അതല്ല വിസ്മയം പൂക്കുന്ന സ്വപ്നമാണോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്നാലും കേരള കോൺഗ്രസ് എമ്മിലെ ചില നേതാക്കളുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ പറയുന്നത് അങ്ങനെ ഒരു നീക്കവുമില്ല എന്നാണ്. എന്നാൽ ചില നേതാക്കൾ അങ്ങനെയല്ല, ഇനി എന്തിനിവിടെ തുടരണം എന്നുള്ളതാണ് ചില നേതാക്കൾ ചോദിക്കുന്നത്. എന്തായാലും അതിനുള്ള ഉത്തരം വരുന്ന മാസങ്ങളിൽ നമുക്ക് കൂടുതൽ വ്യക്തമായി കിട്ടുകയും ചെയ്യും. എന്തായാലും UDF-ന്റെ നിരീക്ഷണത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ.